1964 ഒക്ടോബർ 22-നാണ് അനിൽ ചന്ദ്ര ഷാ എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ വലങ്കൈയായിട്ടുള്ള അമിത്ഷാ ജനിക്കുന്നത്. അമിത്ഷാ പിന്നെ 1998 ഉപതെരഞ്ഞെടുപ്പിൽ അമിത്ഷാ മത്സരിച്ചു. പിന്നെ അമിത്ഷായ്ക്ക് വച്ചടി കയറ്റുമായിരുന്നു. 98 മത്സരിച്ചു, 2002, 2007, 2012 ഇവിടെ എല്ലാം അമിത്ഷാ മത്സരിച്ചു. നരേന്ദ്രമോദിയുടെ ഒരു കരിയർ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഏത് രീതിയിലാണോ ഉയർന്നു പോയിരിക്കുന്നത് അതേ രീതിയിൽ അമിത്ഷായും തൊട്ടുപിറകെ ഉയർന്നു പോയിട്ടുണ്ട്. നരേന്ദ്രമോദി ഏതൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ അമിത്ഷാ ആണെന്ന് പറയപ്പെടുന്നുണ്ട്. ഗുജറാത്ത് തെരഞ്ഞെടുപ്പുകൾ, ഗുജറാത്തിലെ സഹകരണ മേഖലകൾ പിടിച്ചടക്കിയതിന് പിന്നിൽ അമിത്ഷയാണ്. മോദിയും അമിത്ഷായും കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് കാണിക്കാൻ പറ്റുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും നരേന്ദ്രമോദി വിമർശകരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രധാനമായിട്ടും അമിത്ഷായെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നരേന്ദ്രമോദി എടുത്തിരിക്കുന്ന, അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നരേന്ദ്രമോദി എടുത്തിരിക്കുന്ന പല നിർണായക തീരുമാനങ്ങളുടെയും മാസ്റ്റർ ബ്രെയിൻ അമിത്ഷാ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഈ അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തി കോവിഡ് സമയത്തായപ്പോൾ അമിത്ഷായെ കുറച്ച് നാൾ കാണാനില്ലായിരുന്നു. അമിത്ഷാ എവിടെ പോയി എന്നുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. പലരും പറയുന്നു അമിത്ഷാ ഇപ്പോൾ മരിച്ചു പോകും. അമിത്ഷാ മരിച്ചു പോകും, കാരണം അമിത്ഷായെ വലിയ രീതിയിൽ അസുഖം ബാധിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിലെ തന്നെ പല പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും പ്രചരിപ്പിച്ചൊരു വാദമാണിത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അമിത്ഷാ അതിഭീകരമായിട്ട് തിരിച്ചു വന്നു. അതായത് 2014 മോദി കയറി, അമിത്ഷാ രാജ്യം മുഴുവൻ അടിച്ചുടച്ച് കയ്യിലാക്കാനായിട്ട് നരേന്ദ്രമോദി അമിത്ഷായെ, ഗുജറാത്ത് BJP അധ്യക്ഷനായിരുന്ന അമിത്ഷായെ എല്ലാവരുടെയും തലയ്ക്ക് മുകളിലൂടെ രാജ്യത്തെ BJPയുടെ അധ്യക്ഷനാക്കി. അവിടെ നിന്നും ഉത്തർപ്രദേശ് എന്ന് പറയുന്ന അവിടുത്തെ യോഗി ആദിത്യനാഥിനെ പ്രധാനമന്ത്രിയാക്കാനുള്ളതിൻ്റെ ചുമതല അടക്കം അമിത്ഷായ്ക്ക് കൊടുത്തു. എല്ലാം അമിത്ഷാ നിറവേറ്റി. അതിനുശേഷം രാജ്നാഥ് സിംഗിനെ പുറകിലാക്കി അമിത്ഷായെ ആഭ്യന്തരമന്ത്രിയാക്കി. ഈ അമിത്ഷാ എത്രത്തോളം സ്വാധീനമാണ് നരേന്ദ്രമോദിയിൽ ചെലുത്തുന്നത് എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. പ്രശാന്ത് ഏട്ടൻ എന്താ തോന്നുന്നത്? അതായത് അമിത്ഷാ നരേന്ദ്രമോദി ത്രയം, നമ്മുടെ അമിത്ഷാ നരേന്ദ്രമോദിയുടെ ഒരു കൂട്ടുകെട്ട് നമ്മുടെ ഈ രാജ്യത്ത് എത്രത്തോളം വർക്കൗട്ട്, അതെന്തായാലും ഒരു ഗംഭീര വിജയത്തിൻ്റെ ഫോർമുലയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത് അമിത്ഷാ ഇല്ലെങ്കിൽ മോദി ഇല്ല, അല്ലെങ്കിൽ മോദി ഇല്ലെങ്കിൽ അമിത്ഷാ ഇല്ല. ഇതിലുള്ളൊരു വിശകലനം എങ്ങനെയാണ്? ധനുഷ് ഈ പാൽപായസം കുടിച്ചിട്ടുണ്ടോ? പിന്നെ നല്ല രസം, അടിപൊളി. അമ്പലപ്പുഴ പാൽപ്പായസം കുടിച്ചു? അമ്പലപ്പുഴ പാൽപ്പായസം ഞാൻ കുടിച്ചിട്ടില്ല, പക്ഷെ പല പാൽപ്പായസവും അമ്പലപ്പുഴ പാൽപ്പായസം ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. പക്ഷേ ഈ അമ്പലപ്പുഴ പാൽപ്പായസം പറഞ്ഞുകൊണ്ട് മാത്രം പറയാം, അമ്പലപ്പുഴയിലെ പാൽപ്പായസം ഉണ്ടാക്കുന്നതിന്റെ ഗുട്ടൻസ് എന്ന് പറയുന്നത് അവിടുത്തെ മണിക്കിറണിൽ നിന്ന് എടുക്കുന്ന വെള്ളം. എന്ത് പേരും ആയിക്കോട്ടെ, അമ്പലപ്പുഴ പാൽപ്പായസം ആ ഉണ്ടാക്കുന്ന തിരുമേനിയെ അടുത്തോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ആളിൻ്റെ അടുത്തോ ചോദിച്ചിട്ട് നിങ്ങൾ അതുപോലെ പ്രിപ്പയർ ചെയ്താൽ പോലും അതിൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം. ഈ അമിത്ഷാ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പം 64 വയസ്സുണ്ട്, 64 വയസ്സുണ്ട്. നമ്മുടെ യുവരാജാവെന്ന് മനോരമ വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയെക്കാട്ടിൽ ഒരു 3 വയസ്സ് കൂടുതൽ, പുള്ളിക്ക് 56. ഇവ രണ്ടും ഒരേ പ്രായം തന്നെയാണ്. രാഹുൽ ഗാന്ധി യുവ നേതാവ്, അതെ. അപ്പം ഇദ്ദേഹം വളരെ ചെറുപ്പത്തിലെ ബോംബെയിലായിരുന്നു ജനനം. അപ്പോൾ അന്ന് ഗുജറാത്ത് ബോംബെ ഒറ്റ സ്റ്റേറ്റ്. വളരെ ചെറുപ്പത്തിലെ ഈ RSS എനിക്ക് തോന്നുന്നു 16ാമത്തെ വയസ്സിൽ കുംഭമേളക്കൊക്കെ പങ്കെടുത്തു. അച്ഛൻ ഭയങ്കര ബിസിനസ്. അന്നത്തെ കാലത്ത് ഹെലികോപ്റ്ററൊക്കെ ഉള്ള ആളാണ്. ഇപ്പോൾ ഒരു പറയുന്നത് അമിത്ഷാ കാശുണ്ടാക്കിയെന്നൊക്കെ ചില മാധ്യമങ്ങളൊക്കെ പറയുന്നു. അന്നത്തെ കാലത്ത് ഹെലികോപ്റ്ററുള്ള അത്തരത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളായിരുന്നു പറയുന്നത്. ഇദ്ദേഹം ABPയുടെ ഭാരവാഹിയായിരുന്നു, സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് 1986 പിന്നെ അതുപോലെ യുവമോർച്ചയുടെ ഭാരവാഹിയായിരുന്നു. പിന്നെ ഗുജറാത്തിൽ നിന്നാണല്ലോ രാഷ്ട്രീയം, താഴെത്തട്ടിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു അഹമ്മദാബാദിലെ കണ്ട് ജില്ലയുടെ കണ്ട് ഉത്തരവാദിത്തമേ ഉള്ളത്. അപ്പോൾ ഇദ്ദേഹം 82-ലാണ് നരേന്ദ്രമോദിയെ കാണുന്നത്. 82-ലെ RSS പ്രചാരകനായിട്ട് നരേന്ദ്രമോദി ഇരിക്കുന്ന സമയത്ത് അവർ ഈ യുവജനങ്ങളെ വിളിച്ചു കൂട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പരിപാടിക്കകത്ത് അമിത്ഷാ പങ്കെടുത്തു. അന്ന് തൊട്ടുണ്ടായ ബന്ധം. ഈ അമിത്ഷായ്ക്ക് നരേന്ദ്രമോദിയെ ഇഷ്ടമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം ഗുജറാത്ത് ബേസ് ചെയ്താണ് നരേന്ദ്രമോദി പ്രവർത്തിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ഏത് കാര്യം ഏൽപ്പിച്ചാലും അതേ സ്വഭാവം തന്നെയാണ് നരേന്ദ്രമോദിക്കും. അതിനെക്കാട്ടിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. നമ്മുടെ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രത്യേകത അറിയാമോ? അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെക്കാട്ടി പ്രബലന്മാരായിരുന്നു. ഇപ്പം ഈ ധനുഷിന് കുറേ ആൾക്കാർ ധനുഷിൻ്റെ
കാര്യങ്ങളൊക്കെ ചെയ്തു തരാനുണ്ടെങ്കിൽ ധനുഷ് ആഗ്രഹിക്കുന്ന കാര്യം അതിനെക്കാട്ടിൽ പ്രാപ്തമായിട്ട് ആ ശിഷ്യന്മാർ ചെയ്താൽ ധനുഷിന്റെ ഗ്രാഫ് എവിടെ പോകും? അതെ അതുപോലെ ഇദ്ദേഹം എന്തേൽപ്പിച്ചാലും ഇപ്പം BJP-യുടെ കയ്യിൽ ഗുജറാത്തിന്റെ ഒരു പ്രത്യേകത കാര്യമല്ലോ, BJP-യും കോൺഗ്രസും കിട്ട നിൽക്കുന്ന സംഭവം. അടുത്ത സ്ഥലം വരെ ഈ എത്ര കോൺഗ്രസിന് മോശമായ അവസ്ഥ വരുമ്പോഴും അവിടെ കോൺഗ്രസിന് വേരോട്ടമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ബാക്കി ഇന്ത്യയിൽ മൊത്തം പ്രശ്നമുള്ളപ്പോഴും അവിടെ നല്ല വേരോട്ടമുണ്ട്. പിന്നെ ഇവരുടെ രണ്ടുപേരുടെ അടുത്ത് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ അവിടെ സഹകരണ സംഘങ്ങൾ മൊത്തവും ഈ ആരുടെ കയ്യിലായിരുന്നു? കോൺഗ്രസിൻ്റെ കയ്യിലാണ്. സഹകരണ സംഘങ്ങൾ ഭരണം കിട്ടിയാലും സഹകരണ സംഘങ്ങൾ പിടിച്ചെടുക്കണമെങ്കിൽ സഹകരണ സംഘത്തിന് മെമ്പർഷിപ്പ് ഉള്ളവരെ ഏത് പാർട്ടിയുടെയാണ് ആ സഹകരണ അപ്പം ഈ സഹകരണ സംഘങ്ങൾ മൊത്തം അവരുടെ കാരണം അവിടെ കണ്ടവാന സമയത്ത് കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന സംസ്ഥാനമാണല്ലോ ഗുജറാത്ത്. അപ്പം ഇത് പിടിച്ചെടുക്കാൻ തീരുമാനിക്കുക. 8,000 പേരെ ജില്ലാ സഹകരണ അഹമ്മദാബാദ് ഏറ്റവും വലിയ സഹകരണ സംഘം ഇപ്പം ഏതാണ്ട് 3,000 കോടി രൂപയുടെ ആസ്തി അതിനകത്ത്. അത് ഇദ്ദേഹം പിടിച്ചെടുത്തു. നരേന്ദ്രമോദി ഏൽപ്പിക്കുകയാണ്. ഒട്ടുമുക്കാലും പിടിച്ചെടുത്തു. അപ്പം ഈ ഒട്ടുമുക്കാലും പിടിച്ചെടുത്തു. ഇതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞിട്ട് ഇതിനെക്കാട്ടി വലിയ സഹകരണ സംഘം ഇന്ത്യയിൽ വളരെ കുറവ്. ഏറ്റവും മുന്തിയ സഹകരണ സംഘത്തിൽ ഒന്നാണ്. ഇദ്ദേഹം പിടിച്ചെടുക്കുന്ന സമയത്ത് അത് 33 കോടി രൂപ നഷ്ടത്തിലാണ്. ഒറ്റ കൊല്ലം കൊണ്ട് 25 കോടി രൂപ അത് ലാഭത്തിലാക്കി. 5 കൊല്ലം ഇദ്ദേഹം പ്രസിഡന്റായിട്ട് ഇരുന്നപ്പോൾ 250 കോടി രൂപ ലാഭത്തിലാക്കി. അപ്പം പിന്നെ അതെ പിന്നെ ഈ ഇദ്ദേഹത്തിന് അവിടുത്തെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, കായിക രംഗത്തൊക്കെ ഉണ്ട്, ചെസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, പിന്നെ ഒരു ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ അതിൻ്റെ സ്റ്റേറ്റ് അതിൻ്റെ ചെയർമാൻ. അപ്പം പിന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ 1997 ഒരു ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുന്നു. പിന്നെ തോറ്റിട്ടേ ഇല്ല. അതിന് അപ്പം മറ്റേദ്ദേഹം ഈ പ്രവർത്തനം എല്ലാം പുള്ളി ഏൽപ്പിക്കുന്നു. എന്നിട്ട് ഇദ്ദേഹത്തെ ഇവിടെ കേശുഭായ് പട്ടേലും വേറെ ഈ BJP-യുടെ മുതിർന്ന പറഞ്ഞ നേതാക്കന്മാർ അവിടെ വിഷയങ്ങളാണ്. അത് പട്ടേലുമാരുടെ ഒരു അറിയാമല്ലോ, ഈ കോൺഗ്രസ് എങ്ങനെയാണ് രാജ്യം ഭരിച്ചിരുന്നത് എന്നുള്ളതിനെ പറ്റി ധനുഷിന് ബോധ്യമുണ്ടല്ലോ. ഈ ഹിന്ദുക്കളുടെ ഇടയിൽ പല ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് പട്ടേലുമാരെ ജാട്ടുമാരെ മറ്റേ ഇവരെ പീഡിപ്പിച്ച് നിർത്തിയാണ്. അവിടെ കേശുഭായ് പട്ടേൽ കോൺഗ്രസ് വന്നാലും പട്ടേലുമാരായിരിക്കും, BJP വന്നാലും പട്ടേലുമാരായിരിക്കും. പ്രബല സമുദായമാണെന്ന് പറയുമ്പോൾ വേറെ സമുദായത്തിനെ പറ്റത്തില്ല. ആ പ്രബല സമുദായത്തിന്റെ അകത്താണ് ഇപ്പൊ പ്രബല സമുദായമാണെന്ന് പറഞ്ഞില്ല. 1% മാത്രമല്ല, ഇവർ എണ്ണ വ്യാപാരികളാണ്. OBC-കാരനായിട്ടുള്ള ആള് അവിടുത്തെ മുഖ്യമന്ത്രി ആവേണ്ടി വന്നു. ഇയാളെ അവിടുത്തെ ചാടിച്ചു. ഇദ്ദേഹം വളരെ താഴെത്തട്ടിൽ ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിക്കുകയും സാധാരണ ഒരു ലോ പ്രൊഫൈൽ ഈ അമിത്ഷാ അന്നേരം കൂടെ ഉണ്ട്. ഇവർ രണ്ടുകൂടെ ഈ കണ്ടുമുട്ടിയതിന് ശേഷം വേർപിരികളൊന്നുമില്ല. ഈ ഉറ്റ ചങ്ങാതിമാരാണ്. അദ്ദേഹം കിംവദന്തികൾ മാത്രമല്ലോ ഇവരിപ്പോ അടിച്ചു ഒന്നുമില്ല. ഇവരാരും ഇവർ ഈ മാധ്യമങ്ങൾ പറയുന്നത് അല്ലാതെ ഇവർ തമ്മിലുള്ള ഇക്വേഷൻ, ആ ബന്ധം, ഞാൻ ഈ പായസത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ആർക്കും മനസ്സിലാവുന്നില്ല. അമിത്ഷാ എന്തിനു വേണ്ടി ഇദ്ദേഹത്തിന് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷെ എല്ലാം ചെയ്യുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ സംഘങ്ങൾ പിടിച്ചെടുക്കുന്നു ഇദ്ദേഹത്തെ. ആ സമയത്ത് ഇദ്ദേഹത്തെ ഡൽഹിക്ക് ഇവിടുത്തെ വിഷയങ്ങൾ കൊണ്ട് ഇവരുടെ സമ്മർദ്ദം കൊണ്ട് അവിടുത്തെ പ്രമുഖ BJP നേതാക്കന്മാരാണ്, അവരുടെ സമ്മർദ്ദം കൊണ്ട് അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പോകുന്നു. നേരം അമിത്ഷാ ഇവിടെ നിൽക്കുകയാണ്. അവസാനം കേശുഭായ് പട്ടേലിനെ ഇവിടുന്ന് മാറ്റേണ്ട അവസ്ഥ 2001 വരികയാണ്. 2001 വരുമ്പോൾ കേശുഭായ് പട്ടേലിനെ മാറ്റിയിട്ട് നരേന്ദ്രമോദി വരുന്നു. ആ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇദ്ദേഹത്തെ ഏറ്റവും ചെറുപ്പത്തിലെ ആഭ്യന്തരമന്ത്രി ഒത്തിരി വകുപ്പുണ്ട്, നല്ല ഒത്തിരി വകുപ്പുണ്ട്. സഹകരണ വകുപ്പ് അമിത്ഷാ സഹകരണ വകുപ്പിൽ കയറി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ CPM-കാരുടെ മുട്ടടിച്ചു. അതിപ്പം അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് പുതിയതുണ്ടാക്കിയ കേന്ദ്ര സഹകരണ വകുപ്പ് എന്ന് പറഞ്ഞ ഒരു വകുപ്പ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. കാരണം അതാണല്ലോ ഇപ്പൊ ചില ബുദ്ധിമുട്ടുകൾ എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സഹകരണ വകുപ്പിനകത്ത് വളരെ കൃത്യമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും സഹകരണ സംഘങ്ങൾക്കകത്തൂടെ വളരെ കൃത്യമായ അഴിമതി നടക്കുന്നുണ്ടെന്നുള്ള കാര്യം കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലായി. കാരണം ഇവർക്ക് മോഷണമല്ലല്ലോ പണി, ഓട്ടിക്കുന്നവരെ പിടിക്കുന്ന പണിയാണല്ലോ ഈ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ ഉള്ളത്. അപ്പം ആഭ്യന്തരമന്ത്രി 2002 അറിയാമല്ലോ ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നു. അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. അപ്പോൾ ഗുജറാത്ത് കലാപം എന്ന് എല്ലാവരും വിളിച്ചു പോകുന്നുണ്ട്. ഇപ്പോഴും അതിന് മുമ്പ് ഒരു കലാപം നടന്നായിരുന്നു, ഗോദ്ര ട്രെയിൻ തീവപ്പ് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്ലാൻഡ് ആയിട്ടാണ്. കർഷക നടന്നിട്ട് വരുന്ന 60 പുറത്ത് സന്യാസിമാരുണ്ടായിരുന്നു. വാതിക്കൽ ഉറങ്ങിക്കിടക്കും. പക്ഷേ ഗുജറാത്ത് കലാപം നടത്തിയത് നരേന്ദ്രമോദിയാണെന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ ഗോദ്ര തീവെപ്പ് എങ്ങനെയാണ് ഉണ്ടായത് അത് പറയത്തില്ല. ഗുജറാത്ത് കലാപം തൊട്ടാ തുടങ്ങുന്നത്. അതിന് മുമ്പത്തെ ഗോദ്ര കലാപത്തിന് ശേഷമാണ് ഗുജറാത്ത് കലാപം ഉണ്ടായെന്ന് പറയുന്നില്ല. ഇന്ന് സന്യാസിമാരെ അറിയാമല്ലോ. സന്യാസിമാരെന്ന് പറഞ്ഞാൽ സർവ്വം ചോദിച്ചാൽ പെട്രോൾ യഥാർത്ഥ സന്യാസികൾ പെട്രോൾ കൂടി ഒഴിച്ചാലും ചിരിച്ചുകൊണ്ടിരിക്കും, കത്തിച്ചോളാൻ പറയും. കാരണം ബോംബെയിൽ ഇടയ്ക്ക് 4-5 സന്യാസിമാരെ നമ്മുടെ ഈ ക്രിസ്ത്യൻ ആദിവാസികൾ അടിച്ചു കൊല്ലുമ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ വന്നു. എല്ലാം തിരിച്ചോണേ. അവർക്ക് ഇത് ഒരു
ഒരു ശരീരം ഒന്നുമില്ല. അപ്പം കൊല്ലുന്നു. അതിനുശേഷം 48 മണിക്കൂർ അവിടെ കലാപം. അതിനുശേഷം നിയന്ത്രിക്കാൻ പറ്റിയത്. അതൊരു വലിയ സംഭവമായി. അപ്പോഴാണ് ഒന്നാം UPA സർക്കാർ വരുന്നത്. ഈ കലാപത്തിന് ശേഷം 2000 എനിക്ക് തോന്നുന്നു 2004 UPA സർക്കാർ വരുന്നു. 2002 അവിടെ കലാപം കഴിഞ്ഞ് അവിടെ നിയമസഭ പിരിച്ചുവിട്ട് വീണ്ടും നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ ഗ്രാഫിനൊന്നും കുറവില്ല. കലാപത്തിന് ശേഷം കയറിയതേ ഉള്ളൂ. പുള്ളി കൂടുതൽ സീറ്റോട് കൂടി വരുന്നു. ലോകത്ത് മൊത്തം ചർച്ച ചെയ്യുന്നു. അമേരിക്ക വിസ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ നരാധിപനാണെന്ന് സംസാരിക്കുന്നു. അച്യുതാനന്ദം പറയുന്നു കേരളത്തിൽ അദ്ദേഹം വന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്നില്ല. ഭയങ്കര ഗോഷ്ഠികളൊക്കെ ആയിരുന്നു അമേരിക്ക. അപ്പം ഇതൊന്നും അവർ മെയിൻ ചെയ്യുന്നില്ല. ഇപ്പം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ പ്രതിയേർത്തു. അമിത്ഷാ പ്രതിയേർത്തു. അമിത്ഷാ അറസ്റ്റ് ചെയ്തു. ഈ 100 ദിവസം അദ്ദേഹം അന്ന് അമിത്ഷാ അറസ്റ്റ് ചെയ്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആരായിരുന്നു ധനുഷിന് അറിയോ? അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചിദംബരത്തെ ഓടിച്ചിട്ട് പിടിച്ച് 100 ദിവസം അറസ്റ്റ് അകത്തിട്ടിരുന്ന അറിയാമോ? അതാ അമിത്ഷാ. മനസ്സിലായില്ലേ? പക്ഷെ അന്ന് അമിത്ഷാ അറസ്റ്റ് ചെയ്ത് അമിത്ഷാ പുല്ലുപോലെ 100 ദിവസം കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. ചിദംബരത്തിന് ഇറങ്ങാൻ പറ്റത്തില്ല. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അമിത്ഷാ വളരെ ഗംഭീരമായിട്ട് പോയി അറ്റൻഡ് ചെയ്തു. ചിദംബരം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ പട്ടി എടുത്തു. ഞാൻ പറയുക, ആ 100 ദിവസം ഇദ്ദേഹത്തെ ശരിയായ അല്ലെങ്കിൽ പോലെയുള്ള കേസിനകത്തിട്ടപ്പോൾ തിരിച്ചത് മറുപടി അദ്ദേഹം കൊടുത്തു. 2015 തോന്നുന്നു ആ കേസ് വെറുതെ വിട്ടു. CBI കോടതി ഇത് മൊത്തം ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ കേസ് വെറുതെ വിടുന്നത്. ഇത് ഒന്നുമല്ല, രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് വെറുതെ വിടുന്നത്. പിന്നെ അതിനകത്ത് നമ്മുടെ തിരുവനന്തപുരംകാരൻ്റെ DGP PB ശശികുമാർ IPS അറിയാമോ? അദ്ദേഹത്തെ പിന്നെ പിടിച്ച് ഈ ആരോ ഇതെല്ലാം ഈ പ്ലാൻഡ് ആണെന്നും അല്ലെങ്കിൽ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്താണെന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്ത് അകത്ത് ഈ മാധ്യമങ്ങളെല്ലാം കൂടെ ഭയങ്കര കൂവിളിക്കലായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെ അന്നത്തെ DGP. അപ്പം ഇതിന് ശേഷം 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയെ കൗൺസിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുകയും 2014 പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. ഈ പ്രധാനമന്ത്രിയാവുന്ന സമയത്ത് ആണ് ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ ദേശീയ പ്രസിഡന്റ് ആവുന്നത്. അത് ഈ ധനുഷ് മുമ്പേ പറഞ്ഞ പോലെ ആരെയും മറികടന്ന് കൊണ്ടുവന്നൊന്നുമല്ല. പ്രവർത്തന പാരമ്പര്യത്തിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് വരുന്നത്. കാരണം അതിന് അർഹതപ്പെട്ട സ്ഥാനം വന്നു, അദ്ദേഹത്തിന് ചാൻസ് വന്നു, RSS അംഗീകരിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് വരുന്നു. അദ്ദേഹത്തെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു രാജ്യസഭയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം 2 ടേൺ 6 കൊല്ലം 2 ടേൺ BJPയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുകയാണ്. 2 ടേൺ കഴിഞ്ഞപ്പോഴാണ് 2ാം മന്ത്രിസഭയിൽ ഈ അപ്പൊ ഞാനീ പറയുന്നത് 2014 ആദ്യമായിട്ട് ഇലക്ഷനെ നേരിടുന്ന നരേന്ദ്രമോദി, ഈ ലോകം മൊത്തം നരാധിപമെന്ന് ചർച്ച ചെയ്ത നരേന്ദ്രമോദി, ഒരു കോൺഗ്രസ്സുകാരനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയെ BJP സ്ഥാനാർത്ഥിയാക്കുമെന്ന് വിചാരിക്കാത്ത സമയം. അയാൾ വന്നോട്ടെ. അന്ന് നമ്മുടെ ഈ ഇപ്പോഴത്തെ കുണ്ട്ര MLA ഉണ്ടല്ലോ, വിഷ്ണുനാഥ് അടുത്ത് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാ. അയാൾ വന്നോട്ടെ, ഈസി ആയില്ലേ, ഗുജറാത്ത് മുഖ്യമന്ത്രി അല്ലേ, വന്നോട്ടെ. അപ്പോൾ ഇവരൊക്കെ വിചാരിച്ച് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ നരാധീപനായിട്ട് ചിത്രീകരിച്ച് വളരെ പെട്ടെന്ന് തന്നെ തോൽപ്പിക്കാം. പക്ഷെ നരേന്ദ്രമോദി ആരാന്നുള്ള കാര്യം ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്, ചില ആൾക്കാരെ മനസ്സിലാക്കുന്നതിന് വിചാരിച്ചത് നരേന്ദ്രമോദി തീരുമാനിച്ച് അന്ന് തൊട്ട് ഇന്ത്യയിലെ ഓരോ ആൾക്കാരുടെയും അടുത്ത് ചെന്നു നരേന്ദ്രമോദി. ചായക്കടക്കാരനായിട്ട് നരേന്ദ്രമോദി, ചായക്കടക്കാരൻ ആക്ഷേപിച്ചവരെ ഇന്ത്യയിലെ ചായക്കടക്കാരനായിട്ട് ചെയ്യുന്നു. അപ്പോൾ OBC-കാരനായിട്ട് ആക്ഷേപിച്ചവരെ ഇന്ത്യയിൽ OBC-കാരനായിട്ട് ചെയ്യുന്നു. ചായക്കടക്കാരൻ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിക്കൂടാ എന്ന് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറി ചോദിക്കുന്ന നരേന്ദ്രമോദിയായിട്ട് പ്രഖ്യാപിച്ചതിന് ഒരാഴ്ചയ്ക്ക് ശേഷം വന്നു. OBC-കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണ്ടേ? ഇന്ത്യയിൽ 60% ഉള്ളത് OBC അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്ന കാര്യം ചർച്ചയായി. ഇലക്ഷൻ കഴിഞ്ഞു. ആരും ഉദ്ദേശിക്കാത്ത 3-2 ഭൂരിപക്ഷം കിട്ടി. പക്ഷേ ഈ ഇലക്ഷന് വീണ്ടും തന്ത്രപ്രധാനമായിട്ട് കാര്യങ്ങൾ വഹിച്ച ഒരാളാണ് നമ്മുടെ അമിത്ഷാ. കേസിനകത്ത് പോയി ജാമ്യം കൊടുത്തപ്പോൾ പറഞ്ഞു ഗുജറാത്തിൽ കയറാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിൽക്കണമെന്ന്, ഏത് സ്റ്റേറ്റിൽ നിൽക്കുന്നെന്ന് അമിത്ഷാ എടുത്ത് ചോദിച്ചപ്പോൾ അമിത്ഷാ പറഞ്ഞു ഞാൻ UP-യിൽ പൊക്കോളാം, UP-യിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. UP-യിൽ കല്യാൺ സിംഗിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ BJP പലപ്പോഴും വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു സ്ഥിതിവിശേഷം അറിയാമല്ലോ. ഇദ്ദേഹം UP പോയി. UP-യിലെ 1 കൊല്ലത്തോളം ഇദ്ദേഹം ഉണ്ടായിരുന്നു ഈ ഇലക്ഷനൊക്കെ മുമ്പ്. UP-യിലെ ഇലക്ഷൻ 2014 നരേന്ദ്രമോദി ഇലക്ഷൻ ഫേസ് കഴിഞ്ഞിട്ട് ചാർജുകാരനായിട്ടുള്ള ആൾ ഈ നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ ഒന്നും ആവശ്യമില്ല, പത്രക്കാരെ കൊണ്ട് വളർന്ന ആൾക്കാരല്ല. പത്രക്കാർക്ക് ആവശ്യമില്ലാത്ത ടോക്കുകളൊന്നും കൊടുക്കാറുമില്ല. ആവശ്യമില്ല പത്രക്കാരൻ മുമ്പിൽ വന്നിട്ടില്ല. ധനുഷിന് ഇതൊക്കെ അറിയാമല്ലോ, പത്രപ്രവർത്തനമൊക്കെ. ഇദ്ദേഹം ചാർജുകാരനാണ്. UP ആണല്ലോ. UP പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്നതാണ്. അതെ, ചോദിച്ച പുള്ളി വളരെ നിസ്സാരമായിട്ട് പറഞ്ഞതാണ്. 70-ൽ പുറത്ത്, ഇങ്ങനെ പറഞ്ഞു, 70-ൽ പുറത്ത് സീറ്റിൽ ഞങ്ങൾ ജയിക്കുന്നത്. അപ്പോൾ ഒരു പുച്ഛത്തോടു കൂടി മാധ്യമങ്ങളെല്ലാം
നമുക്ക് ഇലക്ഷൻ റിസൾട്ടിൻ്റെ തലേന്ന് ഒന്നുകൂടെ കാണാം. പക്ഷേ 73 സീറ്റിൽ യു പിയിൽ അന്ന് വന്നു. അപ്രമാദിത്യമായിരുന്നു. ഏതാണ്ട് 295 അങ്ങനെ സീറ്റിനാണല്ലോ വരുന്നത്. അത് ഞാൻ ഈ പറഞ്ഞത് നരേന്ദ്രമോദിയെ സഹായിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നാളെ കാലത്ത് അദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നു അന്ന് ഈ അമിത്ഷാ ഉൾപ്പെടെ ഉള്ള ഒരു ഊഹിച്ചു കാണത്തില്ല. പക്ഷേ എവിടെ ചെന്നാലും ഏറ്റെടുക്കുന്ന ജോലി വളരെ കൃത്യമായിട്ട്, അതായത് പ്രവൃത്തിയാണ് ദൈവം എന്ന് പറയത്തില്ലേ, അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. നരേന്ദ്രമോദിയെ കണ്ടു, നരേന്ദ്രമോദിയോട് പ്രവർത്തിക്കാൻ താല്പര്യം കാണിച്ചു. നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നരേന്ദ്രമോദി ഒരു കാര്യം അമിത്ഷാ ഏൽപ്പിച്ചിട്ട് പോയാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. ഇപ്പോഴും തന്നെയാണ് അദ്ദേഹത്തിന്റെ. പക്ഷെ ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയത് ഇവര് ഒരുമിച്ച് അടുത്തിരിക്കുന്നത് പോലും ഇപ്പൊ നമ്മൾ കാണാറില്ല. അവർക്ക് സമയമില്ല. ധനുഷ് എന്ത് വിചാരിക്കുന്നത്, ഈ ബാക്കിയുള്ള നമ്മൾ ഈ കാണുന്ന രാഷ്ട്രീയക്കാരെ കാറെ കയറുന്നു, ഇന്നോവയെ കയറുന്നു, ഫ്ലൈറ്റിൽ കയറുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, കാര്യം പറയുന്നു. അവൻ ആ ഒരു നമ്മൾ കണ്ടുശീലിച്ച രാഷ്ട്രീയക്കാരെല്ലാം വരുന്നു, ഇരിക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. മാധ്യമത്തിൽ കൂടെ ഇതുവരെ ഒന്നുമല്ല. 8:30 മണിയാകുമ്പോൾ ഓഫീസിൽ വരുന്ന ഒരു ആഭ്യന്തരമന്ത്രി, നിങ്ങൾ വിശ്വസിക്കുമോ? 8:30 മണിയാകുമ്പോൾ ഓഫീസിൽ വീട്ടിൽ നിന്ന് ചോറും കെട്ടി വന്നിരുന്ന് വൈകിട്ട് 8:30 വരെ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നു ആളാ. അത്യാവശ്യം ഉദ്ഘാടനവും അത് ഏറ്റെടുക്കാറൊന്നുമില്ല. വളരെ അപൂർവമായിട്ട് നിർബന്ധപൂർവ്വം ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയേ പോകത്തുള്ളൂ. ഓഫീസിൽ നിന്ന് വരുന്ന ആഭ്യന്തരമന്ത്രിയാണ്. അതിനെന്താ, ആഭ്യന്തരമന്ത്രി വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഇദ്ദേഹം ഗുജറാത്തിൽ ഇരുന്ന സമയത്ത് അതിനു മുമ്പുള്ള അവിടുത്തെ BJP-യുടെ തന്നെ ഒരു ആഭ്യന്തരമന്ത്രിയെ ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ഈ ഭീകരവാദികൾ കയറി വെടിവെച്ചു വന്നതാ. അതിനുശേഷം അവിടെ ഒരു വെടി പൊട്ടിയിട്ടില്ല, അറിയാം, ഒരു കൊച്ചുപടക്കം പൊട്ടിയിട്ടില്ല. അപ്പം നരേന്ദ്രമോദി ഇപ്പം ഇന്ത്യയിൽ 10 കൊല്ലം ഇരുന്നു. ഇന്നലെയും പിടിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ നിന്ന് ശ്രീലങ്കക്കാരല്ല IS 5 പേരെ. നേരത്തെ ഇടപെടാന്ന് പൊട്ടുമല്ലായിരുന്നു, ഇപ്പൊ എന്താ പൊട്ടാത്ത? അപ്പൊ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ അറിയാം. നമ്മളിവിടെ അവലും മലരും കുന്തിരിക്കും ഒക്കെ ഉണ്ടായിരുന്നില്ലേ, ഇപ്പൊ അതെല്ലാം എവിടെ ഇരിക്കാന്ന് പോലും നമുക്ക് അറിയത്തില്ലല്ലോ. ആഭ്യന്തര ജോലി. അപ്പൊ ഇപ്പൊ ഞാനീ പറഞ്ഞു വന്നത്, ഈ അമിത്ഷായുടെ കാര്യം പറയുമ്പോൾ ഇപ്പം ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ലാതെ വരുന്നില്ല. ഏത് പത്രസമ്മേളനം വിളിച്ച് ധനുഷ് നോക്കിക്കോ, ഇന്ന കാര്യം 370-ാം വകുപ്പ് അത് ഞങ്ങൾ നടപ്പാക്കിയിരിക്കും. ആൾക്കാരൊക്കെ ചിരിച്ചു, ഇയാൾ 370 നടപ്പാക്കാൻ പോകും, ഇവിടെ നടക്കുകയും ചെയ്യും, ഞങ്ങളെല്ലാം കൂടി ഇപ്പം നടപ്പായോ? രാമക്ഷേത്രം പണിതിരിക്കും. പിന്നെ ഞങ്ങൾ അമിത്ഷായുടെ വലിയ പ്രസംഗം ഉണ്ടായിരുന്നു മധ്യപ്രദേശിൽ, ഞങ്ങളെ അധികാരത്തിലെത്തിയാൽ നിങ്ങളുടെ ഫ്രീ ആയിട്ട് രാമക്ഷേത്രം ഞങ്ങൾ കൊണ്ട് കാണിക്കാൻ പോകും. എല്ലാവരും പുച്ഛിച്ചു. നടന്നു. ഇതൊക്കെ ആരെ കൊണ്ട് നടത്താൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച കാര്യങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം 2024 ഇവരെല്ലാം കളിയാക്കുന്നുണ്ട്, ആർക്കും വിശ്വാസയോഗ്യമല്ല. പക്ഷെ എനിക്ക് അമിത്ഷാ പറഞ്ഞുകൊണ്ട് നല്ല വിശ്വാസം. 400+ അമിത്ഷാ പറഞ്ഞേക്കുന്നത്. അല്ല, ദർശു 400, ധനുഷ 400, എനിക്ക് ദർശു എന്നാ വരുന്നത്. പണ്ടോട്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നത് ഓർമ്മയുണ്ട്. ധനുഷിനെ അങ്ങനെ പരിചയപ്പെട്ട കാലത്തൊട്ടേ 400+ പറഞ്ഞേക്കുന്നേ. അമിത്ഷായാ പറഞ്ഞേക്കുന്നേ. അമിത്ഷാ പറയുന്നത് കൊണ്ട് എനിക്ക് വിശ്വാസം. ഞാൻ ഞാൻ ഈ നരേന്ദ്രമോദിയെ ഞാൻ BJP ഒന്നുമല്ല, പക്ഷെ എനിക്ക് ഇവരെ ഭയങ്കര ഇവരുടെ ഇതിന്റെ പൊളിറ്റിക്സിന്റെ പവറും നമ്മളെ ചില ആൾക്കാർ നമ്മൾ അംഗീകരിക്കുന്നു. പ്രാവശ്യം ഈ ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്യാൻ CBI തീരുമാനിക്കുന്നു. അപ്പോൾ TV കൊണ്ടിരിക്കും. എൻ്റെ പൊന്ന് ധനുഷ്, ഒരു മനുഷ്യൻ. അപ്പോൾ ഉടനെ നമ്മുടെ TV-യുടെ ഷോ ഉണ്ടല്ലോ, ഡൽഹിയിലുണ്ട് അന്ന് നരേന്ദ്രമോദി. പുള്ളി ഇങ്ങനെ നടക്കുന്നു, ഇല്ല സിനിമയ്ക്കകത്തൊക്കെ കാണുന്നു, ഇല്ല സിംഹം വരുന്നത്, അതിൻ്റെ കൂടെ 20 പേര് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അന്ന് തൊട്ട് ഈ മനുഷ്യനെ ശ്രദ്ധിക്കാൻ നടന്നത്. കാരണം BJP നേതാക്കന്മാരുടെ നമ്മുടെ മനസ്സിൽ വരുന്നത് LK അദ്വാനി, ജോഷി, BJP-ക്കാരല്ലാത്തവരുടെ മനസ്സിൽ വരുന്നത് വാജ്പേയി ഒക്കെയാണല്ലോ നമ്മുടെ മനസ്സിൽ. BJP-ക്കാരല്ല, അല്ല BJP-ക്ക് അകത്തിരിക്കുന്നവർക്ക് ഒരു പക്ഷേ അവരുടെ നേതാക്കന്മാരെയൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. അപ്പം അന്ന് തൊട്ട് ഞാൻ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഇപ്പം ഈ ഇലക്ഷന് അപ്പം ഈ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രേക്ഷകർക്ക് അമിത്ഷാ ഇല്ലാതെ മോദി ഇല്ലെന്നുള്ളതല്ല, മോദിയായിരുന്നു അമിത്ഷാ എല്ലാം ആക്കിയത്. പക്ഷേ അത് ചുമ്മാതാക്കിയതല്ലായിരുന്നു. മോദി പ്രവർത്തിക്കാൻ തീരുമാനിച്ച ആ മനുഷ്യന് പ്രവർത്തന മേഖലകളെല്ലാം തുറന്നിട്ട് കൊടുത്തു. ആ തുറന്നിട്ട് കൊടുക്കുന്ന മേഖലകളെല്ലാം ഒരു കുഴപ്പവുമില്ലാതെ വളരെ കൃത്യമായിട്ട് അത് ശിഷ്യനെ തീരുമാനിക്കുമ്പം അവൻ ഈ ക്വാളിറ്റി ഉള്ളവനും ക്വാണ്ടിറ്റി ഉള്ളവനും ഒക്കെ ആണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തലയ്ക്ക് കയറി ചവിട്ടി മേപ്പോട്ട് പോകുന്നവനാവരുത്, മനസ്സിലായി? അതൊരു വലിയ ക്വാളിറ്റിയാണ്. കഴിവുള്ളവനാണേലും നമ്മളെ അങ്ങോട്ട് പിടിച്ചിരുത്തുമ്പോൾ നമ്മുടെ തലയിലോട്ട് ചവിട്ടിയാൽ അപ്പോൾ ആ ഒരു പ്രശ്നമില്ലാതെ ഇത്രയും നല്ല ഒരു ആണ്. ഇപ്പം പുള്ളി വീണ്ടും പറഞ്ഞിട്ടുണ്ട് 400-ആയിട്ട് അധികാരത്തിൽ കൊണ്ടുവരും. അതുപോലെ ഈ പറയുമ്പം ഗുജറാത്തിൽ ഇപ്പോഴും ശ്രദ്ധിക്കുമല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ധനുഷിന് അറിയാമല്ലോ, അവർ പറഞ്ഞതുപോലെ ചെയ്തില്ല. ആരെയും വിശ്വസിച്ചോ? ഇവിടുത്തെ മാധ്യമങ്ങൾ അതുപോലെ നടക്കത്തില്ല. എത്ര സീറ്റ് എന്ന് പറഞ്ഞു അത്രയും സീറ്റും കൊണ്ടാ വന്നേ. ആരാ പറഞ്ഞേ? അമിത്ഷാ. ആരാ പറയിച്ചേ? നരേന്ദ്രമോദി. അപ്പം നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം തീരുമാനിക്കാം. അമിത്ഷാ, നരേന്ദ്രമോദി അവർ പറഞ്ഞാൽ എന്തും നടക്കും. നടത്താനുള്ള കഴിവ് അവർക്കുണ്ട്. കാരണം അവർ അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. 24x7
രാഷ്ട്രീയ പ്രവർത്തനമാണ്, രാഷ്ട്ര താല്പര്യമാണ്. നമ്മുടെ കേരളത്തിൽ മുരളീധരൻ ഒരിക്കൽ പറഞ്ഞ എനിക്ക് ഓർമ്മ വരുന്നു. മുരളീധരൻ പറഞ്ഞത് നരേന്ദ്രമോദി പറഞ്ഞാൽ പേടിക്കണം, തൊട്ട് പുറകെ അമിത്ഷാ പറഞ്ഞാൽ കുറച്ചുകൂടെ പേടിക്കണം. അത് പറഞ്ഞാൽ അവർ നടപ്പാക്കാൻ വേണ്ടി പറയത്തുള്ളൂ, താല്പര്യങ്ങൾക്ക് വേണ്ടി പറയത്തില്ല. അവർ ഒരു കാര്യം പറഞ്ഞാൽ രാഷ്ട്ര സേവനമാണ് അവരുടെ ലക്ഷ്യം. രാഷ്ട്രീയത്തിൽ അവർ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ രാഷ്ട്ര സേവനം. രാഷ്ട്രീയത്തിന്റെ അർത്ഥം തന്നെ ഈ രാഷ്ട്രത്തെ പറ്റി ചിന്തിക്കുന്നതാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നതിന് വട്ടാന്ന്. കാരണം രാഷ്ട്രീയത്തിൽ എനിക്കും ധനുഷിനും ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇന്നലത്തെ കാര്യം, ഇന്നലെ രാഷ്ട്രം എങ്ങനെയായിരുന്നു, ഇന്ന് എങ്ങനെയാവണം, നാളെ എന്തായിരിക്കും എന്നൊക്കെ നമ്മുടെ ഒരു വീക്ഷണം തന്നെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ചിന്താഗതി ഇല്ലെന്ന് പറയുന്നതിന് അവൻ അറിയാൻ പറ്റത്തോണ്ട് പറയാം, അത് വട്ടുള്ളവനെ പറയാനൊക്കെ. കാരണം സാധാരണ രീതിക്കാൻ എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കല്പം കാണുകയും, അപ്പോൾ അവരുടെ സങ്കല്പം അനുസരിച്ച് അവരുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെയും ഈ രാജ്യത്തിൻ്റെ പുരോഗതിയുടെയും രാജ്യത്തെ ഉന്നമനത്തിൻ്റെയും ഒക്കെ സങ്കല്പമാണ്. മറ്റേ ബാക്കിയുള്ള രാഷ്ട്രീയക്കാരുടെ വിട്ട് സ്വയം പള്ള വീർപ്പിക്കുന്ന സങ്കല്പമൊന്നുമല്ല. അപ്പോൾ ആ സങ്കല്പമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്ക് ജനങ്ങളെ വിശ്വാസമാണ്, അവർ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് 400 സീറ്റ് കിട്ടുമെന്ന് പറയുന്നതിനകത്ത് അവർക്കൊരു വിശ്വാസമുണ്ട്. കാരണം ജനങ്ങൾ അവരുടെ കൂടെ നിൽക്കും. അപ്പോൾ ഇതാണ് അമിത്ഷാ, നരേന്ദ്രമോദി, അവരും അതികായകന്മാരാണ്. എന്തായാലും അമിത്ഷാ പറഞ്ഞതുപോലെ 400 സീറ്റ് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളത് അമിത്ഷാ പറഞ്ഞതെല്ലാം നടപ്പാക്കിയ ആളാണ്. കിട്ടുമോ കിട്ടില്ലെന്ന് ജൂൺ 4 തീയതി കാണാം. എന്തുമായാലും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുമെന്നാണ് തർക്കമൊന്നുമില്ല. പക്ഷേ ഇത്രയും സീറ്റ് കിട്ടും, അത് അമിത്ഷാ പറഞ്ഞതുകൊണ്ട് കിട്ടുമെന്ന് വിചാരിച്ച് നമുക്ക് നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.